തുടങ്ങുന്നത് നമ്മുടെ കഥാനായികയായ ജിയാങ് മൂവിനെ കാണിച്ചുകൊണ്ടാണ്. അവളെ നമുക്ക് സ്നേഹത്തോടെ മൂ എന്ന് വിളിക്കാം. മൂവിന്റെ പേരൻസ് ഡിവോഴ്സ്ഡ് ആയി. അവളുടെ അമ്മ ഇപ്പോ മറ്റൊരാളെ കല്യാണം കഴിച്ചിരിക്കുന്നു. പക്ഷെ അവരുടെ കൂടെ ജീവിതം ജീവിച്ച് തുടങ്ങാനായി മൂന്ന് തീരെ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ മൂ അവിടെ നിന്ന് പോകാനായി ഒരുങ്ങുമ്പോ അമ്മ അവളെ എതിർക്കുന്നുണ്ട്. നീ എന്തിന് ഇത്രയും വാശിയൊക്കെ കാണിക്കുന്നത്, നീ ഇപ്പൊ എവിടേക്ക് പോവാ എന്നിങ്ങനെയെല്ലാം അമ്മ ഷൗട്ട് ചെയ്യുമ്പോ ഞാൻ എന്റെ അച്ഛനെയും ബ്രദറിനെയും കാണാൻ പോവാണെന്ന് അവൾ പറയുന്നുണ്ട്. നീ അങ്ങോട്ട് പോകേണ്ട ആവശ്യം എന്താണെന്ന് അമ്മ ചോദിക്കുന്നു. ആക്ച്വലി മൂവിന്റെ ബയോളജിക്കൽ ബ്രദർ അല്ല, അവൻ ആ ഒരു ഫാമിലിയിലേക്ക് അഡോപ്റ്റ് ചെയ്യപ്പെട്ട ഒരാളാണ്. അച്ഛൻ വേറെ കല്യാണം കഴിച്ചിരിക്കുന്നു എന്ന കാര്യവും അമ്മ പറയുമ്പോൾ അത് കേട്ട് അവളൊന്ന് ഞെട്ടു. ആക്ച്വലി ഈ ഒരു കാര്യം അവൾക്ക് അറിവുണ്ടായിരുന്നില്ല. ഇപ്പോ അമ്മ പറയുമ്പോഴാണ് അവൾ അത് അറിയുന്നത്. അച്ഛൻ വേറെ കല്യാണം കഴിച്ചു, അത് തന്റെ സ്വന്തം രക്തബന്ധത്തിലുള്ള സഹോദരനും അല്ല എന്ന കാര്യങ്ങളൊക്കെ അവൾ ആകെ ഒരു ഞെട്ടലോട് കൂടിയാണ് കേൾക്കുന്നത്. എന്നിരുന്നാലും അവൾ അവിടെ നിന്ന് അങ്ങനെ രണ്ടും കൽപ്പിച്ച് പുറപ്പെടുന്നുണ്ട് തായ്ലൻഡിലേക്ക്. ചൈനയിൽ നിന്ന് അവൾ തായ്ലൻഡിൽ പോകാൻ കാരണം തായ്ലൻഡിൽ മാൻഷി എന്ന ഒരു സ്ഥലത്താണ് അവളുടെ അച്ഛനും ബ്രദറും താമസിക്കുന്നതെന്നാണ് അവൾക്ക് അറിയാവുന്നത്. അങ്ങനെ അവൾ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന ടൈമെല്ലാം ആ ഒരു പഴയ കാര്യങ്ങൾ ആലോചിക്കുകയാണ്. ജിൻ ചാവോ എന്നാണ് അവളുടെ ബ്രദറിന്റെ പേര്. പണ്ട് വരെ ഒരു പേരൻസിന്റെ ഡിവോഴ്സ് ഒക്കെ കാരണം സെപ്പറേറ്റഡ് ആവുന്ന ആ ഒരു ടൈം വീണ്ടും കണ്ടുമുട്ടാമെന്ന ഒരു പ്രോമിസ് അവർക്കിടയിൽ ഉണ്ടായിരുന്നു. അങ്ങനെ അവൾ പക്ഷെ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പൊ അവരെ കാണാനായി പോകുന്നത്. അവളിങ്ങനെയൊക്കെ ആലോചിച്ച് പതിയെ ഉറങ്ങി പോകുമ്പോൾ കയ്യിലുണ്ടായിരുന്ന ഒരു പെൻ താഴെ വീഴുന്നു. തൊട്ടടുത്തിരുന്ന ഒരു പാസഞ്ചറാണ് ആ ഒരു പെൻ എടുത്ത് കൊടുക്കുന്നത്. ഈ ടീം ആ പെൻ അവൾക്ക് വളരെ സ്പെഷ്യൽ ആണ്. കാരണം മുന്നേ പറഞ്ഞില്ല, ജിൻ കുട്ടിക്കാലത്ത് മൂന്ന് എഴുതാനൊക്കെ പഠിപ്പിച്ചിരുന്നത് ആ ഒരു പെൻ ഉപയോഗിച്ചാണ്. അവൾ അതുകൊണ്ട് തന്നെ അത് തുടർന്ന് അവർ സംസാരിക്കുമ്പോൾ എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ ഡിസ്കഷനിൽ വരുന്നുണ്ട്. ഞാൻ മാൻഷിയിലേക്കാണ് പോകുന്നത്, അവിടെയുള്ള ഒരാളെ അന്വേഷിച്ചു പോവാണ്. വളരെ ജെന്റിലായ ഒരാളായിരുന്നു. പണ്ടോട്ടെ മിടുമിടുക്കനായി പഠിച്ച് നല്ല മാർക്കൊക്കെ മേടിക്കുമായിരുന്നു. ആക്ച്വലി വീടിന്റെ ഭിത്തി നിറയെ ആൾക്ക് പഠനത്തിലൊക്കെ കിട്ടിയ അവാർഡും ട്രോഫീസും ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. നല്ല മനോഹരമായി എഴുതുമായിരുന്നു. ഈ പെൻ പോലും എനിക്ക് ഞങ്ങൾ അവസാനമായി കണ്ടപ്പോൾ ഗിഫ്റ്റ് ചെയ്തതാണ്. എന്തായാലും കുറെ വർഷങ്ങളായി ഞങ്ങൾ കണ്ടിട്ട്. സത്യം പറഞ്ഞ ആളെ ഞാൻ ഓർക്കാത്ത ദിവസവും ഇല്ല, എന്റെ മനസ്സിൽ നിന്ന് ആള് മാഞ്ഞിട്ടുമില്ല. പക്ഷെ ഇപ്പൊ കണ്ട എങ്ങനെ ഇരിക്കുന്നു പോലും ഒരു പിടുത്തവും ഇല്ല. ഇത്രയും വർഷങ്ങളായി ഞങ്ങൾ തമ്മിൽ കണ്ടിട്ടില്ല എന്നെല്ലാം അവളിങ്ങനെ പറയുമ്പോഴും തന്റെ ആ ഒരു ബ്രദർ ആയിരുന്ന ജിൻ സ്വന്തം ബ്രദർ അല്ല എന്ന് അറിഞ്ഞിട്ട് പോലും അവൾക്ക് അവനോടുള്ള സ്നേഹത്തിൽ ഒരു കോട്ടവും വന്നിട്ടില്ല. ഭയങ്കര കാര്യമാണ്. കൂടാതെ അവനിപ്പോ നല്ല നിലയിലായിരിക്കും ജീവിക്കുന്നത് എന്നിങ്ങനെയൊക്കെ അവൾ മനസ്സിൽ കണക്കൂട്ടുന്ന ഇതേ ടീം നമുക്ക് മാൻഷിയില് ജിന്നിനെ കാണാം. ആക്ച്വലി ജിൻ അവൾ കരുതി കണക്ക് പഠിച്ച് വലിയ ആളെ ഒരു ഡീസന്റ് ജോബ് ഒന്നും ചെയ്യാറുന്നില്ല. നേരെ മറിച്ച് അവനിപ്പോ ഒരു അണ്ടർഗ്രൗണ്ട് ബോക്സിംഗിൽ ഇൻവോൾവ് ആയിരിക്കുകയാണ്. ഒരു ഗടാഗടിയനായ ആളെയാണ് ജിന്നിപ്പോ റിങ്ങിൽ നേരിടുന്നത്. ആദ്യമൊക്കെ അവന് പിടിച്ചു നിൽക്കാൻ പാടായിരുന്നെങ്കിലും പിന്നീട് അവൻ അയാളെ ഇടിച്ച് തരിപ്പണമാക്കുന്നുണ്ട്. അങ്ങനെ വിജയിച്ച അവൻ ദേഹത്ത് മുറിപ്പാടുകളൊക്കെ ഇരിക്കുകയാണെങ്കിലും ബെറ്റ് വെച്ച് നടത്തുന്ന ആ ഒരു ഇല്ലീഗൽ ഫൈറ്റിൽ അവൻ വിജയിക്കുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് മൂമുവിന്റെ അച്ഛനെയാണ്. അച്ഛൻ ഇപ്പോ കള്ളു കുടിച്ച് പൂസായി കിടന്നുറക്കായിരുന്നു. ആ സമയത്ത് മൂമുവിന്റെ അമ്മ ഫോൺ ചെയ്യുന്നുണ്ട്. മൂമു നിങ്ങളെ കാണാനായി ഇവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടെന്ന കാര്യം അമ്മ അറിയിക്കുകയും ചെയ്യുന്നു. പിന്നെ പ്രത്യേകമായി പറയുന്നുണ്ട് ജിന്നും മൂമുവും പരസ്പരം കണ്ടുമുട്ടാനായി ഇടവരുത്തരുതെന്ന്. എന്തുകൊണ്ടായിരിക്കും? അവർ ബയോളജിക്കൽ ബ്രദർ ആൻഡ് സിസ്റ്റർ അല്ലാത്തതുകൊണ്ട് അവർക്കിടയിൽ പ്രണയം ഉണ്ടാവാനോ ഈ ഒരു സാധ്യത അമ്മ കണ്ടത് കൊണ്ടായിരിക്കോ അറിയില്ല. പക്ഷെ ഇവിടെ പ്രശ്നം എന്താന്ന് വെച്ചാല് എയർപോർട്ടിൽ പോയി മൂമുനെ പിക്ക് ചെയ്യണ്ടേ. പക്ഷെ കള്ളു കുടിച്ച് പൂസായിരിക്കുന്ന ഈ അച്ഛന് നേരിട്ട് പോവാനും കഴിയില്ല. അതുകൊണ്ട് തന്നെ ജിന്നും മൂമുവും കണ്ടുമുട്ടരുത് എന്ന് പ്രത്യേകമായി ആളുടെ എക്സ് വൈഫ് ഇപ്പോ വിളിച്ച് പറഞ്ഞെങ്കിലും അതിന് നേരെ ഓപ്പോസിറ്റായി ജിന്നിനെ തന്നെയാണ് എയർപോർട്ടിലേക്ക് മൂമുനെ പിക്ക് ചെയ്യാനായി പറഞ്ഞു വിടുന്നത്. അങ്ങനെ അച്ഛൻ വിളിച്ച് മൂമുനെ എയർപോർട്ടിൽ പോയി പിക്ക് ചെയ്യണമെന്ന് ജിന്നിനോട് പറയുന്നതാട്ടെ അവൻ ആ ഒരു അണ്ടർഗ്രൗണ്ട് ബോക്സിംഗ്, അതായത് അനധികൃതമായി നടക്കുന്ന ബെറ്റിന്റെ അടിസ്ഥാനത്തിലുള്ള ആ ഒരു ബോക്സിംഗ് ഒക്കെ കഴിഞ്ഞ് അതിൽ വിജയിച്ച് ഇടിയും കൊണ്ടിരിക്കുന്ന ആ ഒരു പരുവത്തിലാണ്. അവൾ വർഷങ്ങൾക്ക് ശേഷം ഇവിടെ വരുന്നു എന്നത് അവനെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചെന്നറിയില്ല. എന്തായാലും ഇപ്പൊ അവനാകെ ടെൻഷൻ ആവുന്നുണ്ട്. കാരണം ഈ ഒരു കോലത്തിൽ അവളുടെ മുന്നിൽ എങ്ങനെ പോകും? കാരണം ലാസ്റ്റ് ആയി പിരിഞ്ഞപ്പോൾ അവൾ നല്ല രീതിയിൽ പഠിച്ച് മിടിക്കണം എന്ന് ആശംസിച്ച അവനും നന്നായിരിക്കണം എന്നതാണ് അവളും ആഗ്രഹിക്കുക അല്ലെ. പക്ഷെ അങ്ങനെ ഒന്നും ആവാതെ, അല്ലെങ്കിൽ അവൾ എങ്ങനെയാണോ അവസാനം അവനെ കണ്ടത്, വളരെ ജെന്റിലായ വളരെ എക്സലന്റ് ആയ ഒരു പയ്യനായിട്ടാണ്. പക്ഷെ ഇപ്പൊ അതിനൊക്കെ നേരെ ഓപ്പോസിറ്റ് ആയി ഇതുപോലെ അനധികൃതമായ ബോക്സിംഗിലൊക്കെ ഇടികൊടുത്തും കൊണ്ടുമിരിക്കുന്ന അവസ്ഥയിൽ അവൾ അവനെ കാണുക എന്നത് അവനെ സംബന്ധിച്ച് അത്ര സുഖകരമായ ഒരു കാര്യമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ ആകെ കൺഫ്യൂസ്ഡ് ആവുന്നുണ്ട് ഇപ്പോ എന്ത് ചെയ്യുന്നു. എന്തായാലും അവൻ അത്യാവശ്യം റെഡി ആയി തന്നെ അവളെ എയർപോർട്ടിലേക്ക് പിക്ക് ചെയ്യാൻ പോകുന്നുണ്ട്. പക്ഷെ അപ്പോഴും മുഖത്ത് മുറിവും കാര്യങ്ങളും ഉണ്ട്. അങ്ങനെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് മൂമു എയർപോർട്ടിന് പുറത്തേക്ക് വരുമ്പോഴേക്കും അവിടെ അവൾ പുതിയൊരു ടൂറിസ്റ്റ് ആണ്, ഒറ്റയ്ക്കാണ് വന്നിരിക്കുന്നത് എന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നുന്ന അവിടെ ഉണ്ടായിരുന്ന ചില ശല്യക്കാർ അവളെ ശല്യപ്പെടുത്താനായി ചെല്ലുന്നുണ്ട്. പക്ഷെ ഇത് ദൂരെ നിന്ന് കാണുന്ന ജിന്നാട്ടെ അവിടെ നിന്ന് അവളെ വിട്ടിട്ട് പോകുന്ന ഉച്ചത്തിൽ പറയുമ്പോഴേക്കും അവന്മാര് പോകുന്നു. അങ്ങനെ ഇത് ജിന്നാണെന്ന് മനസ്സിലാക്കി അവൾ അവന്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അവൻ ടിപ് ടോപ്പ് ആയിട്ട് ഡ്രസ്സൊക്കെ ചെയ്തിരിക്കുകയാണെങ്കിലും മുഖത്തൊക്കെ മുറിവുള്ളത് അവൾ ശ്രദ്ധിക്കുന്നുണ്ട്. ആക്ച്വലി അവനെ കണ്ടപാടെ അവളൊന്ന് സ്റ്റക്ക് ആയി പോകുന്നുണ്ട്. കാരണം എത്രയോ വർഷങ്ങൾ കഴിഞ്ഞാണ് അവൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന അവൻ ഇങ്ങനെ കാണുന്നത്. എന്തായാലും
കുട്ടിക്കാലത്ത് അവൾക്ക് അവനെ ബ്രദർ എന്ന രീതി ഭയങ്കര ഇഷ്ടമായിരുന്നു. വർഷങ്ങൾക്ക് ഇപ്പുറം കാണുമ്പോൾ, അതും സ്വന്തം ബ്രദർ അല്ല എന്ന് അറിഞ്ഞു കാണുമ്പോൾ എന്താണെന്ന് അറിയില്ല, എന്തായാലും വലിയ കാര്യമാണ്. അങ്ങനെ അവർ അവിടെ നിന്ന് പുറപ്പെടുന്നു. കാറിൽ പോകുന്ന ടീം ഇടയ്ക്ക് ട്രാഫിക് ബ്ലോക്കിൽ പെടുമ്പോൾ അവൾ ചോദിക്കുന്നുണ്ട് അവന്റെ സ്റ്റഡീസിനെ പറ്റി. ആ ടീം അവൻ സ്കൂൾ വരെ കംപ്ലീറ്റ് ചെയ്തോളൂ, പിന്നീട് കോളേജിൽ പോയിട്ടില്ല എന്ന് അറിയുന്ന അവൾ അതെന്താണെന്ന് വളരെ നിരാശയിൽ ചോദിക്കുന്നു. എനിക്ക് താല്പര്യമില്ല എന്ന് അവൻ പറയുമ്പോൾ അവൻ സ്കൂളിലൊക്കെ അവൾക്കറിയാവുന്ന ആ ഒരു ടൈമിൽ വളരെ നന്നായി പഠിക്കുന്ന ഒരു പയ്യനായിരുന്നു. എന്നാലും അങ്ങനെ അവർ പോകുന്ന സമയത്ത് ഒരു ബൈക്ക് പെട്ടെന്ന് സ്റ്റണ്ട് ചെയ്ത് അവരുടെ മുന്നിൽ വന്ന് നിൽക്കുന്നു. ഇത് ആരാണെന്ന് മൂ ഒന്ന് പേടിക്കുന്നുണ്ടെങ്കിലും അത് മറ്റാരുമല്ല, ജിന്നിന്റെ ഫ്രണ്ടായ ഫെങ്സിയാണ്. ഒരു ഭയങ്കര ഫ്രീക്ക് ലുക്കിലാണ് അവനുള്ളത്. ചുവന്ന കളറില് തലമുടി, വളരെ എക്സെൻട്രിക് ആയിട്ടുള്ള ഡ്രസ്സിംഗ് സ്റ്റൈല്, ബൈക്ക് റേസിനൊക്കെ ഉപയോഗിക്കുന്ന വണ്ടിയിൽ അവനിങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ഒരു തല്ലിപ്പൊളി കൂട്ടുകാരൊക്കെ ആണോ ജിന്നിനുള്ളതെന്ന് മൂന്ന് തോന്നുന്നുണ്ട്. ഇനി ഇവരൊക്കെ കാരണമാണോ ഇവൻ പഠിത്തമൊക്കെ ഉപേക്ഷിച്ച് ഇങ്ങനെ നടക്കുന്നതെന്നും അവൾ ചിന്തിക്കുന്നു. എന്തായാലും ആരാടാ ഇത്, നീ പെമ്പിള്ളേരുടെ കൂടെ കറങ്ങാൻ തുടങ്ങിയെന്നൊക്കെ കൂടെയുള്ള മൂ ആരാണെന്ന് മനസ്സിലാകാതെ ഫെങ്സി സംസാരിക്കുമ്പോൾ അതിന് മറുപടി ഒന്നും കൊടുക്കാതെ ജിൻ അങ്ങനെ വണ്ടിയുമായി മുന്നോട്ട് പോകുന്ന വഴി ഒരു സ്ഥലത്ത് നിർത്തി മൂന്ന് വേണ്ടി സ്ട്രോബെറി ജ്യൂസ് മേടിക്കാനായി അവൻ പോകുന്നുണ്ട്. കാരണം കുട്ടിക്കാലം മുതലേ അവൾക്ക് സ്ട്രോബെറീസ് ഇഷ്ടമാണെന്ന് അവനറിയാം. അവരത് ഒരുപാട് പങ്കുവെച്ച് കഴിച്ചിട്ടൊക്കെ ഉള്ളതാണ്. നല്ല സ്ട്രോബെറീസ് അവൾക്കായിട്ട് എടുത്ത് അത്ര മധുരം ഇല്ലാത്ത സ്ട്രോബെറീസ് ആയിരുന്നു കുഞ്ഞായിരുന്ന മൂ അവന് കൊടുക്കാറുണ്ടായിരുന്നത്. അതൊക്കെ ഒരു രസകരമായ കാര്യങ്ങളായിരുന്നു ഇപ്പോൾ ആലോചിക്കുമ്പോൾ. എന്തായാലും അവനങ്ങനെ അവൾക്കത് വാങ്ങാനായി നിൽക്കുമ്പോഴെല്ലാം അവൻ എന്തായിരിക്കും പഠിത്തം ഉപേക്ഷിച്ചത്, അവൻ എന്തായിരിക്കും ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ അവൾ ഭയങ്കരമായി ചിന്തിച്ചു കൂട്ടുന്നുണ്ട്. കാരണം അവനെ കാണാനായി ഇങ്ങോട്ട് പുറപ്പെടുന്ന ടീം എന്താണോ അവനെ പറ്റി വിചാരിച്ചത് അതിനൊക്കെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു രീതിക്കാണ് അവൻ ജീവിക്കുന്നതെന്ന് അവൾക്ക് തോന്നുന്നുണ്ട്. നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാൾ നല്ല രീതിക്ക് ജീവിക്കുന്നു എന്നത് കാണാനും അറിയാനും ഒക്കെ ആയിരിക്കില്ലേ നമ്മൾ താല്പര്യപ്പെടുന്നത്. അവരുടെ ലൈഫ് വളരെ ഡൗൺ ആയി പോകുന്നത് നമ്മളൊട്ടും ആഗ്രഹിക്കില്ലല്ലോ. ഏതാണ്ട് അതേ കണക്കാണ് അവളും. അങ്ങനെ വീട്ടിലേക്ക് അവൻ അവളെ കൊണ്ടുപോകുന്നുണ്ട്. അവനാണ് അവളുടെ ലഗേജ് ഒക്കെ എടുത്തുകൊണ്ട് മുകളിലേക്ക് പോകുന്നതെങ്കിലും കുറേ സ്റ്റെപ്പ് കയറി മുകളിലേക്ക് എത്താനുണ്ട്. അതുകൊണ്ട് തന്നെ അവൾ സ്റ്റെപ്പ് കയറി കിതയ്ക്കുമ്പോഴേക്കും അത് കാണുന്ന ജിന്നാട്ടെ ഹെൽത്ത് ഒക്കെ ഒന്ന് ശ്രദ്ധിക്കണം, ഒട്ടും ഫിറ്റ് അല്ലാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ കിതയ്ക്കുന്നതെന്നൊക്കെ അവളോട് പറയുന്നുണ്ട്. അങ്ങനെ ജിന്നും അച്ഛനും താമസിക്കുന്ന അപ്പാർട്ട്മെന്റിലേക്ക് അങ്ങനെ എത്തുമ്പോൾ അച്ഛനെ കാണുന്നില്ല. എവിടെയെന്ന് ചോദിക്കുമ്പോൾ അവിടെ വീണ് കിടക്കുന്ന അച്ഛനെ അവൻ കാണിക്കുന്നുണ്ട്. ആക്ച്വലി ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റായി മറിഞ്ഞടിച്ച് വീണ് കുറച്ച് മുറിവുകളൊക്കെ ആയിട്ട് അച്ഛൻ ഇങ്ങനെ ഇരിക്കുകയാണ്. അച്ഛന്റെ പതിവ് ശീലാണിത്. അതുകൊണ്ട് തന്നെ ജിന്നിന് ഇത് വലിയ അത്ഭുതമില്ല. പക്ഷെ മൂവൻ അത് വലിയൊരു ഷോക്കായിരുന്നു. കൂടാതെ അവനാകട്ടെ വേഗം അച്ഛനെ പിടിച്ച് മുഖമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയത്താണ് അച്ഛന്റെ ഇപ്പോഴത്തെ ഭാര്യ അവിടേക്ക് വരുന്നത്. മൂനെ കണ്ടപാടെ അവർ വളരെ ഹാപ്പിയായി തന്നെ അവളോട് സംസാരിക്കുന്നുണ്ട്. കൂടാതെ അവിടെ സിൻ എന്ന ഒരു പെൺകുട്ടിയും കൂടിയുണ്ട്. ആ പെൺകുട്ടി മൂവിന്റെ ഈ അച്ഛന് ഈ വൈഫിലുണ്ടായ മകളാണ്, അതായത് മൂവിന്റെ ഹാഫ് സിസ്റ്റർ ആണ്. പക്ഷെ ജിൻ മൂവിന് അമ്മ വഴിയോ അച്ഛൻ വഴിയോ ഒരു ബ്ലഡ് റിലേഷനും ഇല്ലാതെ, അതായത് ബയോളജിക്കലി അവളുടെ ബ്രദർ അല്ലാത്ത, അവർ അഡോപ്റ്റ് ചെയ്തെടുത്ത് അവളുടെ ബ്രദർ സ്ഥാനത്ത് വന്ന ഒരാളുമാണ്. അപ്പൊ നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലായി കാണുമല്ലോ. എന്തായാലും സിൻ ഒരു കൊച്ചുകുട്ടിയാണല്ലോ, അവൾക്ക് പെട്ടെന്ന് മൂവിനോട് മിണ്ടാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഈ ടൈം ജിന്നാണ് അത് നിന്റെ ചേച്ചിയാണ് പോയി ഹായ് പറയാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മിണ്ടിക്കുന്നത്. അങ്ങനെ അവളാകട്ടെ ഇവർക്കൊക്കെ വേണ്ടി കുറച്ച് ഗിഫ്റ്റ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതായത് അച്ഛൻ വേറെ കല്യാണം കഴിച്ചു എന്ന കാര്യം അവൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കണക്കാക്കിയാണ് അവൾ ഗിഫ്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. അങ്ങനെ അതൊക്കെ പങ്കുവെക്കുന്നു. അതിനുശേഷം ഫുഡ് കഴിക്കാനായി ഇരിക്കുമ്പോൾ ഡംപ്ലിങ്സ് ജിൻ മൂമുന് കുറച്ച് കൂടുതൽ കൊടുത്തു എന്നും പറഞ്ഞ് കുഞ്ഞനീത്തി ജിൻ അവിടെ ചിണുങ്ങുമ്പോൾ നമ്മുടെ ഗസ്റ്റ് അല്ലേ, അപ്പൊ നമ്മൾ വേണ്ട നന്നായിട്ട് നോക്കാനെന്നല്ല അവൻ പെട്ടെന്ന് ആ കുട്ടിയോട് ഇങ്ങനെ ഒരു കാര്യം പറയുന്നത് മൂന്ന് കുറച്ച് സങ്കടാവുന്നുണ്ട്. കാരണം തന്നെ ഒരു അനീതിയായിട്ട് അല്ലാണ്ട് ഒരു ഗസ്റ്റിനെ കണക്കാണോ ഇവൻ കാണുന്നത് എന്ന് അവൾ ഡിസ്റ്റർബ്ഡ് ആവുന്നു. എന്തായാലും അങ്ങനെ അവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും സാൻലി എന്ന ഒരു പയ്യൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആക്ച്വലി ജിന്നിന്റെ കൂട്ടുകാരനാണത്. ജിന്നിനെ കണ്ട് സംസാരിക്കാനാണ് വന്നെങ്കിലും ഗസ്റ്റ് ആരും ഉണ്ടെന്ന് അവിടെ മൂവിനെ കണ്ടു തോന്നവൻ ഞാൻ പിന്നെ വരാമെന്ന് പറഞ്ഞു പോകുമ്പോഴേക്കും ജിൻ അങ്ങനെ പുറകെ പോകുന്നു. അവൻ ഫുഡ് പോലും കഴിക്കാതെ ഇങ്ങനെ പോയിരിക്കുന്നത് മൂ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ അവൾ ഫുഡ് കഴിച്ച ശേഷം പുറത്തേക്ക് പോയ ജിന്നിനെ അന്വേഷിച്ചു പോകുമ്പോഴേക്കും അവിടെ നിന്ന് ജിന്നും സാൻലിയും സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട്. നീ സൂക്ഷിക്കണം, അവരുടെ കൈ നീ പെട്ട് കഴിഞ്ഞാൽ നിന്റെ കഥ കഴിയും, അവര് നിന്നെ കൊല്ലാനായിട്ട് നടക്കാണെന്നല്ല സാൻലി എന്തിനോ പറ്റി ജിന്നിനോട് പറയുന്നത് മറിഞ്ഞിരുന്ന് കേൾക്കുന്ന മൂവിന് ആകെ പേടിയാവുന്നുണ്ട്. എന്തായാലും അവിടെ വെച്ച് മൂവും സാൻലിയും പരിചയപ്പെടുന്നുണ്ട്. അപ്പോഴാണ് അവന് ഇത് അവന്റെ കൂട്ടുകാരന്റെ അനിയത്തിയാണെന്ന് മനസ്സിലാവുന്നത്. ഞാനിവിടെ അടുത്തൊരു ഷോപ്പ് നടത്തുന്നുണ്ട്, ഇടയ്ക്ക് അങ്ങോട്ടേക്ക് വരണമെന്നൊക്കെ പറഞ്ഞ് അവനിങ്ങനെ പോകുമ്പോഴേക്കും ജിന്നിന്റെ കാര്യം ഓർത്തായിരുന്നു അവളുടെ ടെൻഷൻ മുഴുവൻ. അവൻ എന്തായിരിക്കും ഇങ്ങനെ ആയത്, എന്താണ് അവന് വരാൻ പോകുന്ന അപകടം എന്നൊക്കെ അവൾ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. കൂടാതെ അവനപ്പോൾ അവൾ ഒരു ഗിഫ്റ്റ് നൽകുന്നുണ്ട്. മുന്നേ ഗിഫ്റ്റ് അവന് കൊടുക്കാനേ അവൾക്ക് സാധിച്ചിരുന്നില്ല. ഇപ്പൊ കൊടുക്കുമ്പോൾ അത് വാങ്ങാൻ അവൻ മടിക്കുന്നുണ്ട്. എനിക്ക് വേണ്ടി ഇങ്ങനെ കാശ് മുടക്കി ഗിഫ്റ്റ് ഒന്നും വാങ്ങരുതെന്നും പറഞ്ഞ് റിജക്ട് ചെയ്യുന്ന അവൾ കുറെ നിർബന്ധിക്കുമ്പോൾ അത് വാങ്ങുന്നുണ്ട്. എന്തായാലും അന്ന് രാത്രി അവൻ പുറത്തേക്ക് പോകുന്നുണ്ട്. അവൾക്കാണെങ്കിൽ ഉറക്കവേ വരുന്നില്ല, അവനെ പറ്റി തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വീചാറ്റ് എടുത്ത് അതിൽ അവനൊരു റിക്വസ്റ്റ് അയക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നമ്മൾ വാട്സപ്പ് ഒക്കെ ഉപയോഗിക്കുന്നതാണ് കാണാം, അവർ വീചാറ്റ് ആണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ അതിൽ റിക്വസ്റ്റ് അയക്കുമ്പോൾ അവനത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ടീം അവനൊരു സൂപ്പർ മാർക്കറ്റിൽ എന്തോ ഒരു ഡ്രിങ്ക്സ് വാങ്ങിച്ചത് കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ടീം അവന്റെ കാറിന്റെ കീ താഴെ പോകുമ്പോൾ ഒരു ചെറിയ പെൺകുട്ടി അത് എടുത്തു കൊടുക്കുന്നുണ്ട്. ആ പെൺകുട്ടിയെ കാണുന്നവൻ എന്തോ ഒന്നിങ്ങനെ ആലോചിച്ച് നിൽക്കുന്നു. കൂടാതെ ആ ടീമാണ് ആ ഒരു കീ ചെയിനിൽ ഏർണിംഗ് ഡേ ആൻഡ് നൈറ്റ് എന്ന് സ്ക്രിബിൾ ചെയ്തിരിക്കുന്നത് നമ്മൾ കാണുന്നത്. അതായത് അതിനൊരു അർത്ഥമുണ്ട്, രാത്രിയും പകലും ഒക്കെ തന്നെ
നമ്മൾ എന്തിനോ ഒന്ന് മിസ് ചെയ്ത് അതിനുവേണ്ടി കാത്തിരിക്കുന്ന കണക്കാണ് ആ ഒരു വാക്കിന്റെ അർത്ഥം. ജിയാങ് മു എന്ന പേരിന്റെ അർത്ഥവും ഇതുമായി സാമ്യമുള്ളതാണ്, എപ്പോഴും കാത്തിരിക്കുന്നു എന്ന രീതിക്ക്. എന്തായാലും അപ്പോഴാണല്ലോ അവൾ റിക്വസ്റ്റ് അയച്ചതും ആക്സെപ്റ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അവൾ ഒരു മെസ്സേജ് അയക്കുന്നുണ്ട്, എനിക്ക് വല്ലാണ്ട് വിശക്കുന്നു എന്ന്. വേഗം താഴേക്ക് വരാനേ പറഞ്ഞ് അവൻ ഇവിടെ നിന്ന് വീടിന്റെ അവിടേക്ക് ചെല്ലുമ്പോൾ അവൾ അവനെ കണ്ട് ഓടി അടുത്തേക്ക് എത്തുന്നുണ്ട്. അങ്ങനെ അവർ താഴേക്ക് ഫുഡ് കഴിക്കാനേ പോകുന്നു. അതായത് വല്ലതും മേടിച്ചു കൊടുക്കാന്ന് പറഞ്ഞാണ് അവൻ കൊണ്ടുപോകുന്നത്. ഈ ഒരു ടൈം അവളിങ്ങനെ സ്കിപ്പ് ചെയ്യുന്ന കണക്ക് ചാടി ചാടി പോവുകയാണ്. എന്തിനാണെന്ന് വെച്ചാൽ ശരീരമൊക്കെ ഒന്ന് അനങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ ഫുഡ് കഴിക്കാലോ എന്ന രീതിക്ക്. അങ്ങനെ തുള്ളിച്ചാടി പോകുന്നവൾ പെട്ടെന്ന് അവനോട് എന്തോ ഒന്ന് പറയാനേ പെട്ടെന്ന് അവന്റെ മുന്നിലേക്ക് ചാടി നിൽക്കുമ്പോഴേക്കും അതുവഴി സ്പീഡിൽ ഒരു മോട്ടോർ സൈക്കിൾ പോകുന്നുണ്ടായിരുന്നു. അത് അവളെ ഇടിക്കുമെന്ന് തോന്നുന്ന ജിൻ പെട്ടെന്ന് അവളെ അവനിലേക്ക് ചേർത്ത് നിർത്തുന്നുണ്ട്. ഈ ടീം രണ്ടുപേരും ഒന്ന് ബ്ലാങ്ക് ആയി പോകുന്നുണ്ട്. അതായത് അത്രയും അടുത്ത് പരസ്പരം കണ്ണും നോക്കി നിൽക്കുമ്പോൾ അവൾക്ക് എന്തോ വല്ലാത്തൊരു ഫീലിങ്സ് തോന്നുന്നുണ്ട്. സ്വന്തം ബ്രദറിനെ കണക്ക് കുറച്ചുനാൾ അവന്റെ കൂടെ കളിച്ചും ചിരിച്ചും ഒക്കെ അവൾ ജീവിച്ചതാണെങ്കിലും വർഷങ്ങൾക്കിപ്പുറം കാണുന്ന ടീം അവൻ സ്വന്തം ബ്രദർ അല്ല എന്ന് തിരിച്ചറിഞ്ഞ ഒരു മൊമെന്റ് അവൾക്ക് എന്തോ അവനോട് ഒരു ക്രഷ് ഫീൽ ചെയ്ത് തുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അവൾ അവന്റെ അടുത്ത് നിന്ന് ചമ്മി മാറി പോകുന്നുണ്ട്. അവളാകട്ടെ പെട്ടെന്ന് ചമ്മലില് പോകേണ്ട വഴി അല്ലാണ്ട് ഓപ്പോസിറ്റ് നടന്നു പോകുമ്പോൾ അങ്ങോട്ടല്ല ഇങ്ങോട്ടാണെന്ന് പറഞ്ഞ് അവൻ തിരിച്ചു വിളിക്കുന്നു. അങ്ങനെ അവനാകട്ടെ അവളെ ഒരു തിരക്കുള്ള നൈറ്റ് മാർക്കറ്റിലേക്കാണ് കൊണ്ടുപോകുന്നത്. അവിടെയുള്ള ഏറ്റവും തിരക്കുള്ള ഒരു കടയിൽ നിന്ന് തന്നെ എനിക്ക് ഫുഡ് വേണമെന്ന് അവൾ പറയുമ്പോൾ അവൻ അങ്ങനെ കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. എന്ത് ഓർഡർ ചെയ്യണമെന്ന് പക്ഷെ അവൾക്ക് ഒരു ഐഡിയ ഇല്ല. തുടർന്ന് അവനാണ് ഓർഡർ ചെയ്യുന്നത്. അങ്ങനെ ഫുഡിനായി വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കുന്ന ടൈം അവൾ അവനോട് സംസാരിക്കുന്നു. ഞാനിപ്പോ അമ്മയുടെ വീട്ടിൽ നിന്ന് വന്നത് തിരിച്ച് അങ്ങോട്ടേക്ക് പോകാനായിട്ടുള്ള ഒരു പ്ലാനിലും അല്ല എന്നിങ്ങനെ അവൾ ഗസ്റ്റ് അല്ല എന്നത് അവൻ ഓർമ്മപ്പെടുത്തുന്ന കണക്ക് സംസാരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഇവർ ലാസ്റ്റ് ആയി എന്ന് കണ്ടുപിരിഞ്ഞില്ലേ കുട്ടിക്കാലത്ത്, അതിനുശേഷമുള്ള അവന്റെ ലൈഫിനെ പറ്റി ചോദിക്കുമ്പോൾ അവൻ ചുരുക്കം ചില വാക്കുകൾ അവന്റെ ലൈഫിനെ സമ്മറൈസ് ചെയ്യുന്നുണ്ട്. ഈറ്റ്, ഡ്രിങ്ക്, സ്ലീപ്, ടേക്ക് ഇറ്റ് ഡൗൺ ആൻഡ് ഹാവ് ഫൺ. ഇത് കേൾക്കുന്നവൾ അതൊന്ന് ഇലോബറേറ്റ് ചെയ്ത് പറയാവോ, ഈ ഫൺ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചെന്ന് ചോദിക്കുമ്പോൾ അവൻ അത് വ്യക്തമായിട്ട് അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് അവന്റെ ദുശീലങ്ങളെ പറ്റിയൊക്കെ. അതാണ് അവൾ ചോദിച്ചപ്പോ ഹാവ് ഫൺ എന്നവൻ ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞു. അത് കേൾക്കുന്ന അവൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കൂടാതെ അവൾ ആ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ പ്ലാനില്ല എന്ന കാര്യം പറഞ്ഞിരുന്നില്ലേ, നിനക്ക് തിരിച്ചു പോകാനായിട്ടുള്ള ടിക്കറ്റ് അമ്മ എടുത്തു വെച്ചിട്ടുണ്ട്, അത് അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് അമ്മ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ പോവില്ല എന്ന് അവൾ വാശി പിടിക്കുന്നു. എയർപോർട്ടിൽ ഞാൻ കൊണ്ടാക്കുമെന്ന് അവൻ പറയുന്ന ടീം അവൾ വേഗം അമ്മയ്ക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, എന്നെ പ്രതീക്ഷിച്ചിരിക്കേണ്ട, ഞാൻ അങ്ങോട്ട് വരില്ല എന്ന്. പക്ഷെ അമ്മ അതിന് റിപ്ലൈ ഒന്നും അയച്ചിട്ടില്ല, ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ പിന്നീട് അനിയത്തിയായ ജിന്നിനെ പറ്റിയൊക്കെ അവൾ ഇങ്ങനെ ഓരോന്ന് ചോദിക്കുന്നൊക്കെയുണ്ട്. കിട്ടിയ ഫുഡ് അവൾക്ക് ഇഷ്ടമില്ലാത്ത കുറച്ച് ലീഫി വെജിറ്റബിൾസ് ഒക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു. അത് കണ്ട് അവൾ ഇങ്ങനെ കഴിക്കാതിരിക്കുമ്പോൾ അത് മനസ്സിലാക്കുന്ന അവൻ അതൊക്കെ പിറക്കി മാറ്റി കൊടുക്കുന്നുണ്ട്. അവർ അവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ടീം മുന്നേ കണ്ടില്ല ബൈക്കിൽ വന്ന കൂട്ടുകാരൻ ഫെങ്സി, അവൻ അങ്ങോട്ടേക്ക് എത്തുന്നു. ഇതാരാടെ നിന്റെ ഗേൾ ഫ്രണ്ട് ആണോ എന്നൊക്കെ അപ്പോഴും മൂന്നെ മനസ്സിലാവാതെ ഫെങ്സി ചോദിക്കുമ്പോൾ എന്റെ സിസ്റ്റർ ആണെന്ന് പറയുന്ന ജിന്നാട്ടെ കുറച്ച് ദിവസം ഇവിടെ കാണും, അത് കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകുന്നൊക്കെ പറയുമ്പോൾ മൂന്ന് അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. എന്തായാലും അപ്പോഴേക്കും ഈ കൂട്ടുകാരൻ ഇവിടെ ഇരുന്നോണ്ട് ബിയറൊക്കെ വാങ്ങിച്ച് കുടിക്കാനായിട്ടുള്ള പ്ലാനാണ്. ജിന്നിനെ നിർബന്ധിച്ച് കുടിക്കാൻ നോക്കുന്നു. ജിന്നിന് അപ്പൊ കുടിക്കാൻ വലിയ താല്പര്യമില്ല, പക്ഷെ നിർബന്ധിച്ച് കുടിപ്പിക്കാൻ നോക്കുന്നു മനസ്സിലാക്കുന്ന മൂവാട്ടെ ഫുഡ് മര്യാദയ്ക്ക് കഴിച്ചില്ലെങ്കിൽ പോലും വേഗം അവിടെ നിന്ന് പോകാനായി ബില്ല് എടുക്കാനായി വെയിട്രസിനോട് പറയുന്നുണ്ട്. എന്തായാലും അവൾ കൂടെ ഉള്ളപ്പോൾ കുടിക്കാനായി ജിന്നിനും താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ഇവർ പോകാനായി എഴുന്നേൽക്കുമ്പോൾ മുന്നത്തെ ആ ഫ്രണ്ട് പറഞ്ഞ കണക്ക് തന്നെ ഒരു കാര്യം ഇവനോട് പറയുന്നുണ്ട്, നീ സ്നേഹിയെ സൂക്ഷിച്ചോ, നിന്നെ കൈ കിട്ടിയ റെഡിയാക്കുന്നു പറഞ്ഞാൽ അയാൾ നടക്കുന്നതെന്നൊക്കെ ഫെങ്സിയും പറഞ്ഞു പോകുമ്പോൾ ജിന്നത് വലിയ കാര്യമാക്കുന്നത് അവിടെ നിന്ന് പോകാനേ ഒരുങ്ങുമ്പോൾ എന്താ സംഭവം, ആരെ ഈ സ്നേഹിക്കുന്നൊക്കെ, എന്തോ അപകടം ഇവന്റെ പിറകെ ഉണ്ടെന്ന് മനസ്സിലാക്കി അവൻ ടെൻഷനില്ല ചോദിക്കുന്നുണ്ട്. പക്ഷെ അവനതിന് മറുപടി പറയും മുന്നേ അങ്ങോട്ടേക്ക് കുറച്ച് പേരെത്തുന്നു. ഇവർ ജിന്നിനെ ആക്രമിക്കാനായി വന്നതാണെന്ന് മനസ്സിലാക്കുന്ന ഫെങ്സി അവരെ ഡിസ്ട്രാക്ട് ചെയ്യാനായി നോക്കുന്നുണ്ടെങ്കിലും ജിന്നിനെ അവർ അവിടെ കാണുകയും അവർക്കും ജിന്നിനും ഇടയിൽ ഭയങ്കരമായി അവിടെ ഫൈറ്റ് നടക്കുകയും ചെയ്യുമ്പോൾ ഇതൊക്കെ കണ്ട് മൂ ആകെ പേടിച്ചിരിക്കുകയാണ്. അപ്പോഴേക്കും ഒരു താക്കോല് ജിന്നിന് നേരെ എറിഞ്ഞു കൊടുത്ത് ഫെങ്സി രക്ഷപ്പെടാനായി പറയുമ്പോൾ അവൻ ആ ബൈക്കും എടുത്ത് അങ്ങനെ അവിടെ നിന്ന് അവളുമായി പോകുന്നുണ്ട്. തുടർന്ന് അവർ ഭയങ്കര സ്പീഡിൽ ഇങ്ങനെ പോവാണ്. ഈ സമയത്തെല്ലാം അവൾ വളരെ ടൈറ്റ് ആയി അവനെ പിടിച്ചിങ്ങനെ ഇരിക്കുന്നു. അവന്റെ അടുത്ത് അങ്ങനെ ചേർന്നിരിക്കുമ്പോൾ പണ്ട് തൊട്ടേ അവനിൽ നിന്ന് വന്നിരുന്ന ഒരു പ്രത്യേക സെന്റ് ഉണ്ട്, വളരെ അവൾക്ക് ഇഷ്ടമുള്ള ഒരു സ്മെല്ല്, അതിപ്പോഴും ഫീൽ ചെയ്ത് അവൾ അങ്ങനെ അവനെ ചേർന്നിരിക്കുമ്പോൾ പലതും ഇപ്പൊ മാറിപ്പോയി. പണ്ടത്തെ കണക്കല്ല ഇവർ രണ്ടുപേരും ഇപ്പൊ ഉള്ളത്. പണ്ട് അവസാനമായി കണ്ടുപിരിഞ്ഞപ്പോൾ എങ്ങനെയായിരുന്നോ ഏത് രീതിയിലായിരുന്നു ഇവരുടെ ലൈഫ് ഉണ്ടായിരുന്നത് അതിൽ നിന്ന് ടോട്ടലി മാറി എന്ന് അവൾക്ക് തോന്നുന്നുണ്ടെങ്കിലും പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ എന്തൊക്കെയോ മാറാതെ കിടക്കുന്ന കണക്ക് അവൻ ഇപ്പോഴും അവൾക്ക് വളരെ പ്രിയപ്പെട്ടവനാണെന്ന കണക്ക് അവൾക്ക് ഒരു ഫീലിങ്സ് ഉള്ളിൽ വരുന്നുണ്ട്. അങ്ങനെ വർഷങ്ങൾക്കിപ്പുറം വീണ്ടും ജിന്നും മൂവും ഇവിടെ കണ്ടുമുട്ടി അവരങ്ങനെ ഒന്നിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഏതൊക്കെ രീതിയിലാണ് അവരുടെ ലൈഫ് ഇനി മുന്നോട്ട് മാറി മറിയുക എന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഈ ഒരു ഡ്രാമയുടെ ബാക്കി എപ്പിസോഡ്സ് മൂവി മാനിയ റീലോഡഡ് എന്ന നമ്മുടെ ചാനലിലാണ് അപ്ലോഡ് ചെയ്യുക. തുടർന്നുള്ള എപ്പിസോഡ്സ് മിസ്സാക്കാതെ കാണാനായി മൂവി മാനിയ റീലോഡഡ് എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കണ്ടുമുട്ടും വരെ ബൈ.